ഗുഡ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഗാനവരദാനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം. ദൈവം നൽകിയ താലന്തുകളെ സഭയുടെ പിന്തുണയോടുകൂടി അത് വളർത്തിയെടുത്ത് തലമുറകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ ശുശ്രൂഷകൾ ചെയ്യുന്ന മൈക്കിൾ പനച്ചിക്കലച്ചനെ ഗാനവരദാനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾ അവതരിപ്പിക്കാനായി സംഗീത സംവിധായകനും ഗായകനുമായ പയസാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഗാനം വിശുദ്ധ ചാവറ അച്ഛനെ ആദരിച്ച് അച്ഛൻ എഴുതിയ ദൈവരാജ്യത്തിൻ്റെ എന്ന് തുടങ്ങുന്ന ഗാനം. അച്ഛൻ്റെ ഒരു ഭാഗ്യമാണ് കേരള സഭയിലെ വിശുദ്ധരെ ആദരിച്ച് ഒത്തിരി ഗാനങ്ങൾ എഴുതാൻ അച്ഛൻ അവസരം കിട്ടിയിട്ടുണ്ട്. അച്ഛൻ ഇതൊക്കെ ഒന്ന് ഞങ്ങളോട് വിശദീകരിക്കാമോ? അൽഫോൻസാമയെക്കുറിച്ചും ആദ്യം ഗാനം എഴുതിയത് ഞാനാണെന്നാണ് കരുതപ്പെടുന്നത്. പിന്നീട് വന്ന മിക്കവാറും എല്ലാ വിശുദ്ധരെക്കുറിച്ചും ഗാനങ്ങൾ എഴുതാനുള്ള അവസരങ്ങളുണ്ടായി. ചാവറയച്ചൻ്റെ നാമകരണ നടപടി നടക്കുമ്പോൾ ആ സവിശേഷ സന്ദർഭത്തിലൊക്കെ പാടാൻ വേണ്ടി എഴുതിയ ഒരു പാട്ടാണ് ഇപ്പോൾ നാം പറയുന്ന ദൈവരാജ്യത്തിന് എന്ന് തുടങ്ങുന്ന പാട്ട്. അതിങ്ങനെയാണ്: ദൈവരാജ്യത്തിന് ഭാരതഭൂമിയിൽ ചാരുതയേകിയും എന്നാണ് തുടങ്ങുന്നത്. നമുക്കിതിൻ്റെ പല്ലവി ഒന്ന് കേൾക്കാം. ദൈവരാജ്യത്തിന് ഭാരതഭൂമിയിൽ ചാരുതയേകിയും വിശ്വാസനാളം കാറ്റിൽ കെടാതെ കൈമാറി നൽകിയും അജ്ഞാനപാതയിൽ ദീപ്തിയാകും വിശുദ്ധ കുര്യാക്കോസേലിയായി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. എന്നെന്നും പ്രാർത്ഥിക്കണേ. ദൈവരാജ്യത്തിന് ഭാരതഭൂമിയിൽ ചാരുതയേകിയും വിശ്വാസനാളം കാറ്റിൽ കെടാതെ കൈമാറി നൽകിയും അജ്ഞാനപാതയിൽ ദീപ്തിയാകും വിശുദ്ധ കുര്യാക്കോസേലിയായി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. എന്നെന്നും പ്രാർത്ഥിക്കണേ. അച്ഛൻ പല്ലവിയിൽ 3 കാര്യങ്ങളെയാണ് അച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത്. ദൈവരാജ്യത്തിന് ഭാരതഭൂമിയിൽ ചാരുതയേകിയും വിശ്വാസനാളം കാറ്റിൽ കെടാതെ കൈമാറി നൽകിയും അജ്ഞാനപാതയിൽ ദീപ്തിയായി. ഈ 3 കാര്യങ്ങളെ ഒന്ന് വർണ്ണിച്ച് വിശദീകരിച്ചു തരാം. ചാവറയച്ചൻ്റെ മഹത്തായ സംഭാവനകളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പല്ലവി പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ക്രിസ്തീയ ആധ്യാത്മികത എന്താണ് എന്ന് ചാവറയച്ചൻ വിശദമാക്കി. അത് വിശദീകരണം ആവശ്യമുണ്ട്. കാരണം പൊതുവെ ഇങ്ങനെയൊരു പറച്ചിലുണ്ട് ചില ഭാരതീയ ആചാര്യന്മാരുടെ ഇടയിൽ. ഭാരതം എന്ന് പറയുന്നത് ആധ്യാത്മികതയുടെ നാടാണ്, ഋഷിമാരുടെ നാടാണ്. അതുകൊണ്ടാണ് ആർഷഭാരതം എന്നൊക്കെ പറയുന്നത്. സർവസംഘ പരിത്യാഗികളായ മുനിമാരും മഹർഷിമാരൊക്കെ ഉള്ള നാടാണ്. ദൈവ അന്വേഷണം നടന്നിട്ടുണ്ട്, ദൈവത്തെ പ്രാപിച്ചവരാണെന്നൊക്കെയുള്ള ധാരണയുണ്ട്. പക്ഷേ ഒരു വശത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും ശരിക്കുള്ളൊരു ആധ്യാത്മികത എന്താണെന്ന് അവർ കാണിച്ചു തന്നിട്ടില്ല. കാരണം യഥാർത്ഥമായ ആധ്യാത്മികത എന്ന് പറയുന്നത് ദൈവം എല്ലാവരുടെയും പിതാവാണ്, എല്ലാവരും സഹോദരന്മാരാണ്, എല്ലാവരും തുല്യരാണ്.
പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നത് ചാതുർവർണ്ണയമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഉന്നത കുലജാതന്മാരെന്ന് കരുതുന്ന, സവർണരെന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകൾ, അവർക്ക് പ്രത്യേകമായ അവകാശങ്ങൾ, അവരിൽ നിന്ന് ഇത്ര തീണ്ടൽപ്പാട് അകലെ വേണം അടുത്ത വിഭാഗം നിൽക്കാൻ, അവരിൽ നിന്നും പിന്നെയും ഇത്ര അടി അകലെ വേണം അതിന് താഴെയുള്ളവർ നിൽക്കാൻ, പിന്നെയും താഴെ നിൽക്കുന്നവർ അകലെ പോകണം, തമ്മിൽ കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകളൊക്കെ ആയിരുന്നല്ലോ. അതാണ് കേരളം ഭ്രാന്താലയം എന്ന് പോലും പറയാനായിട്ട് ഇടയായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പം അവിടെയാണ് ചാവറയച്ചൻ യഥാർത്ഥമായ ദൈവരാജ്യം എന്താണ്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ദൈവമക്കളായി കണ്ട് തുല്യതയോടെ കരുതുക എന്നുള്ളതാണ്. പിന്നെ ഓർക്കണം, ആ കാലത്ത് സംസ്കൃതം എന്ന് പറയുന്നത് അത് വരേണ്യർക്കുള്ളതാണ്, ഉന്നത കുലജാതർക്കുള്ളതാണ്, സവർണർക്കുള്ളതാണ്. അതൊരിക്കലും കീഴ്ജാതിക്കാർ സംസ്കൃതം പഠിക്കാൻ പാടില്ല, വേദങ്ങൾ വായിക്കാൻ പാടില്ല, അങ്ങനെ വേദങ്ങൾ കേൾക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ചെയ്താൽ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കണമെന്നൊക്കെയുള്ള വ്യവസ്ഥകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ചാവറയച്ചൻ മിഷണറിമാരുടെ പാത പിടിച്ച് നമ്മുടെ ഈ കേരളത്തിൽ നവോത്ഥാനം കൊണ്ടുവന്നത്. സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. അവിടെ എല്ലാ വിഭാഗത്തിലും പെട്ടവരെ ഒരുമിച്ചിരുത്തി അവരെല്ലാം തുല്യരായി കണ്ടു. അവരെല്ലാം അക്ഷരാഭ്യാസം കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു. അങ്ങനെ വലിയൊരു വിപ്ലവം തന്നെയാണെന്ന് ചാവറയച്ചൻ നടത്തിയത്. നമ്മൾ കേട്ടിട്ടുണ്ട് നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ. പക്ഷേ ചരിത്രത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന നവോത്ഥാന നായകന്മാരെക്കാൾ എത്രയോ മുമ്പേ ചാവറയച്ചൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് പലരും പരിഗണിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പരിഗണിക്കാറില്ല. അതാണ്. അപ്പം അങ്ങനെ ദൈവരാജ്യം എന്താണ് എന്ന് പ്രവൃത്തിപഥത്തിൽ കാണിച്ചു കൊടുത്തു. തീണ്ടലുമില്ല, തൊടിയിലുമില്ല, എല്ലാവരും ഏകോദര സഹോദരന്മാരാണ്, പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ്, തുല്യരാണ്. അങ്ങനെ ഒരുപാട് അനീതികൾ, ഒരുപാട് ചൂഷണത്തിന് വിധേയരായ ആളുകളുടെ ദുഃഖങ്ങൾ, ഇതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ചാവറയച്ചൻ അക്ഷീണം പരിശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ, ഈ സ്കൂളിന് പള്ളിക്കൂടം എന്ന് പേര് വന്നത് അങ്ങനെയാണ്. പള്ളിയോട് ചേർന്നുള്ളതാണ്. അത് ചാവറയച്ചനാണ്. ഇവിടെ അദ്ദേഹം സുറിയാനി ക്രിസ്ത്യാനികളുടെ വികാരി ജനറലായിരുന്നു വരാപ്പുഴയിൽ, മെത്രാൻ്റെ കീഴിൽ. അപ്പോൾ ആ സമയത്താണ് ഒരു സർക്കുലർ ഇറക്കി, എല്ലാ പള്ളിയോടനുബന്ധിച്ച് സ്കൂൾ വേണം നിർബന്ധമായിട്ട്. സ്കൂൾ പണിയാത്തവരെ അതിനനുസരിച്ച് നടപടിയെടുക്കുന്നവരെ കർശനമായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് എല്ലാ സ്കൂളുകളോടും ചേർന്ന് പള്ളിക്കൂടം, അത് പള്ളിയോട് ചേർന്ന് ഉണ്ടായ കൂടമാണ് പള്ളിക്കൂടമായത്. നമ്മൾ പറയല്ലേ അച്ചുകൂടം, ഭരണകൂടം. പള്ളിയോടനുബന്ധിച്ചൊരു ഒരു കൂടം കുട്ടികൾക്ക് പഠിക്കാനായിട്ട്, അതാണ് പള്ളിക്കൂടമായത്. ഇപ്പോഴും മലയാളത്തിൽ പള്ളിക്കൂടം എന്ന വാക്കല്ലാതെ സ്കൂളിന് വേറൊരു മലയാള വാക്ക് ഇല്ലെന്നുള്ളതാണ് സത്യം. അപ്പം അത്രമാത്രം മുൻകൈ എടുത്തുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ അടിമുടി അദ്ദേഹം മാറ്റിമറിച്ചു. അങ്ങനെ എല്ലാവർക്കും വിദ്യ അഭ്യസിക്കാനുള്ള അവകാശവും അതിനുള്ള അവസരവും ഉണ്ടാക്കിക്കൊടുത്തു, സ്വാതന്ത്ര്യം ഉണ്ടാക്കിക്കൊടുത്തു. അപ്പം ഇതെല്ലാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെയെല്ലാം നാം കാണുന്നത് തുല്യതയാണ്, സാഹോദര്യമാണ്, സഹവർത്തിത്വമാണ്, എല്ലാവരെയും ഒരുപോലെ ആദരിക്കലാണ്. അതൊക്കെയാണ് ഈശോ വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യം. എല്ലാവരെയും തുല്യരായി കാണുക, സ്നേഹിക്കുക, ആദരിക്കുക. അത് പ്രായോഗികതയിൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ ചാവറയച്ചൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ഈ ആധ്യാത്മികതയെ സാമൂഹിക രംഗത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ വേറൊരു വലിയ കാര്യമാണ് വിശ്വാസനാളം കാറ്റിൽ കെടാതെ കൈമാറി നൽകി. അതൊരു സംഭവത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. കാരണം ഒരു കാലത്ത് ഇവിടെ വലിയൊരു വിശ്വാസ പ്രതിസന്ധി ഉണ്ടായിരുന്നു. വിദേശത്ത് നിന്ന് വന്ന മിഷണറിമാരായിരുന്നു ഇവിടെ മെത്രാന്മാരായി ഭരിച്ചുകൊണ്ടിരുന്നത് ആ കാലത്ത്. അപ്പോൾ ഇവിടെ നിലവിലുണ്ടായിരുന്ന പല ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവർ തിരുത്തി അവരുടേതായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇവിടെ നടപ്പാക്കാനായിട്ട് ശ്രമിച്ചു. അത് സുറിയാനി ക്രിസ്ത്യാനികൾക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർ സഹികെട്ട അവസാനം ഞങ്ങൾക്ക് നാട്ടുമെത്രാന്മാരെ വേണം, അതുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന മെത്രാന്മാരുടെ കീഴിൽ ഞങ്ങൾ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരൊരു വടത്തെ കൈപിടിച്ചുകൊണ്ട് ഒരു സത്യം ചെയ്തു. അതാണ് കോവനംകുരിശ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സത്യത്തെ തുടർന്ന് ഒരു വിഭാഗം ആളുകൾ നാട്ടുമെത്രാന്മാർക്ക് വേണ്ടി മാറി നിന്നു.
അപ്പോൾ റോക്കോസ് എന്ന് പറയുന്ന ഒരു മെത്രാൻ ഇറാഖിൽ നിന്ന്, ഇന്നത്തെ ഇറാഖിൽ നിന്ന് മൊസോൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് മാർപ്പാപ്പ വിട്ടതാണ് എന്നെ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു മെത്രാനെ മാർപ്പാപ്പ ഇട്ടിരിക്കുകയാണ്, വേണ്ട. ഇങ്ങനെ നിന്നവരെല്ലാം കൂടെ പുള്ളി ഒന്നിപ്പിച്ചു. അപ്പം ചാവറയച്ചന് സംശയമായി, മാർപ്പാപ്പ വിട്ടതാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആധികാരികത രേഖമാണല്ലോ. അദ്ദേഹം ഒരു എഴുത്തെഴുതി വത്തിക്കാനിലേക്ക് മാർപ്പാപ്പയുടെ അടുത്ത് കൊടുത്ത് മറുപടി കിട്ടി, ഇങ്ങനെ ഒരാളെ വിട്ടിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് നിൽക്കുന്ന ഒരാളാണ് ഈ റോക്കോസ് എന്ന് പറയുന്നത്, ആ മെത്രാൻ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരെ അദ്ദേഹത്തിൻ്റെ കീഴിൽ സന്തോഷത്തോടെ പോയവരെയെല്ലാം തിരിച്ചു കൊണ്ടുവരാനൊക്കെ അദ്ദേഹം പെട്ട പാടഭാരമാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ സഭ നിലനിൽക്കാൻ തന്നെ, വിശ്വാസം ത്യജിക്കാതെ നിലനിൽക്കാൻ തന്നെ കാരണം ഈ വലിയ കൊടുങ്കാറ്റിൽ ചാവറയച്ചൻ്റെ ഇടപെടല. വിശ്വാസം എന്ന് പറയുന്ന ഒരു ദീപനാളമാണ്, അത് കെട്ടുപോകാതെ. അതാണ് വിശ്വാസ ദീപം കാറ്റിൽ കെടാതെ കൈമാറി നൽകി എന്നൊക്കെ പറയുന്നത്. നമുക്കിപ്പം ഈ സംഭവത്തെ മുഴുവൻ നമുക്ക് പാട്ടിനകത്താക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രതീകാത്മകമായിട്ട് പറഞ്ഞതാണ് വിശ്വാസം നാളൻ കാറ്റിൽ കെടാതെ കൈമാറി നൽകി. പിന്നെ അജ്ഞാനം എന്ന് പറയുന്നത് അജ്ഞതയല്ല, തെറ്റായ അറിവുകളാണ്. ഇവിടെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും തെറ്റായ അറിവുകളും എല്ലാം ഈ ക്രൈസ്തവ സമൂഹത്തെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും ഇതുപോലുള്ള പാരമ്പര്യങ്ങളുമൊക്കെ എല്ലാം മാറ്റിയെടുക്കാൻ അതിനൊക്കെ വേണ്ടി ചാവറയച്ചൻ അധ്വാനം ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അച്ഛൻ നമുക്കിതിൻ്റെ അനുപല്ലവി ഒന്ന് കേൾക്കാം. കർമ്മലധാരയെ കാരുണ്യ തൈലമായി പാവങ്ങൾ കേകിയ സാന്ത്വനമേ, കർമ്മലധാരയെ കാരുണ്യ തൈലമായി പാവങ്ങൾ കേകിയ സാന്ത്വനമേ, കണ്ണീരും പൂക്കളും തെളിയും തിരിയുമായി കേഴുന്നവർക്കെല്ലാം പുണ്യവാനേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. അച്ഛൻ അനുപല്ലവിയിലെ ഈ കർമ്മല ആത്മീയത എന്താണ്? അവിടെ പറഞ്ഞിട്ടുണ്ട്, കർമ്മലധാരയിൽ കാരുണ്യ തൈലമായി. അല്ലേ? കാരണം ഓരോ ആധ്യാത്മിക പാഠശാലകളുണ്ട്, സ്കൂൾസ് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് ഇംഗ്ലീഷ് പറയും. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കർമ്മലീത്ത ആധ്യാത്മികത, വിൻസെൻഷൻ ആധ്യാത്മികത, ബെനഡിക്റ്റൻ ആധ്യാത്മികത, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഓരോരുത്തരിലൂടെയും ഉരുത്തിരിഞ്ഞു വന്ന ആധ്യാത്മികതയാണ്. കാപ്പുച്ചിൻ ആധ്യാത്മികത വളരെ വളരെ പ്രകടമായി ഇന്ന് നിലനിൽക്കുന്ന, ശക്തമായിട്ട് ഒഴുകുന്ന ഒരു ആധ്യാത്മികത. അപ്പോൾ അങ്ങനെ ഉള്ള ആധ്യാത്മികതയുടെ വ്യത്യസ്തങ്ങളായ പാഠശാലകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഏറ്റവും പഴക്കമുള്ളത് കർമ്മല ആധ്യാത്മികതയാണ്. ക്രിസ്തുവിന് മുമ്പ് തന്നെ ഇസ്രായേലിൽ കർമ്മല മലയിൽ ഒരു സന്യാസ സമൂഹം ഉണ്ടായിരുന്നു. ഇപ്പം മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്ത് ഒരു എനിക്ക് തോന്നുന്നൊരു 1500-2000 അടി ഉയരത്തിലുള്ള ഒരു മലനിരയാണ്. അവിടെയാണ് കർമ്മല മലയുടെ ഭാഗമുള്ളത്. അവിടെ ഗുഹകളുണ്ട്. ആ ഗുഹകളിൽ താമസിച്ച് ധ്യാനിക്കുന്ന ആധ്യാത്മികത നയിക്കുന്ന മുനിമാരുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കർമ്മലിത്ത ആധ്യാത്മികതയായിട്ട് കൊണ്ടാടിയത് പിന്നീട് ക്രൈസ്തവ സമൂഹം ഉടലെടുത്തു കഴിഞ്ഞപ്പം ക്രൈസ്തവരും അവിടെ ചെന്ന് ആധ്യാത്മികത നയിക്കാനായിട്ട് ഈ ഗുഹകളിൽ തന്നെ ഇരുന്നു. അപ്പം അങ്ങനെ ഈ കർമ്മലിത്ത ആധ്യാത്മികതയ്ക്ക് അത്രയും പാരമ്പര്യമുണ്ട്. പക്ഷെ നമുക്കറിയാം അവരൊക്കെ സാമൂഹിക രംഗത്ത് ഒന്നും ചെയ്യുകയല്ലായിരുന്നു. പിന്നെയോ അവരൊക്കെ തപസ്സിരിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തെ ഉപാസിക്കുകയൊക്കെ ആയിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വന്ന് കർമ്മലയുടെ ആധ്യാത്മികത
ചാവറയച്ചനിലേക്ക് വന്നപ്പോൾ, അച്ഛൻ സ്ഥാപിച്ച സഭയിലേക്ക് വന്നപ്പോൾ, അത് ആധുനിക ലോകത്തിന് പ്രയോജനകരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു. അച്ഛൻ തുടങ്ങി വെച്ച ആ പ്രസ്ഥാനം, അതായത് സ്കൂളുകൾ സ്ഥാപിക്കുന്ന പ്രസ്ഥാനമൊക്കെ ഈ സഭ, ഇപ്പോഴത്തെ പറയുകയാണെങ്കിൽ CMI സഭ എന്നാണ് പറയാം. അപ്പോൾ ആ CMI സഭ അച്ഛൻ തുടങ്ങി വെച്ച ദൗത്യങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പം അങ്ങനെ ഭാരതത്തിലെ ആദ്യത്തെ ഏതദ്ദേശീയ സന്യാസ സമൂഹമാണ് ചാവറയച്ചൻ സ്ഥാപിച്ച ഈ CMI, കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. അപ്പം അങ്ങനെ ആ ചൈതന്യം അങ്ങനെ ഈ നാട്ടുകാർക്ക് പ്രയോജനകരമായ രീതിയിൽ കർമ്മലയുടെ ഗുഹയിൽ ഒതുങ്ങിയിരിക്കാതെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പം അങ്ങനെ ആളുകൾക്ക് പ്രയോജനകരമായി തീർന്നെന്നാണ് ആ വരിയിലൂടെ പറയുന്നത്. കണ്ണീരും പൂക്കളും തെളിയും തിരിയുമായി കേഴുന്നവർക്കെല്ലാം പുണ്യവാനെ എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു സൂചനയുണ്ട്. കാരണം ജനമാണ് ഒരു വിശുദ്ധനെ തിരിച്ചറിഞ്ഞ് ആ വിശുദ്ധൻ്റെ കബറിടത്തങ്ങൾ പ്രാർത്ഥിക്കുകയും ആ വിശുദ്ധൻ്റെ വിശുദ്ധിയെ അംഗീകരിക്കുകയും ചെയ്ത് ആ വിശുദ്ധനിൽ നിന്ന് അനുഗ്രഹം ഏറ്റുവാങ്ങുന്നത്. ആദ്യകാലത്തൊന്നും സഭ ഓരോരുത്തരെയും നാമകരണം ചെയ്തിരുന്നില്ല. ജനം എത്ര അധികമായിട്ട് ഒരു വിശുദ്ധനെ ആദരിക്കുന്നോ അതാണ് വിശുദ്ധിയുടെ അടിസ്ഥാനമായിട്ട് കണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് അൽഫോൻസാമയുടെ കാര്യത്തിൽ നമുക്കത് കാണാം. കാരണം അൽഫോൻസാമയുടെ കബറടക്കിന് ശേഷം കുട്ടികൾ ആദ്യം വന്നു, പിന്നെ അങ്ങനെ പലരും വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചവർക്കെല്ലാം അനുഗ്രഹം കിട്ടി. അങ്ങനെയാണ് അവിടെ ആൾ കൂടിയത്. അപ്പം എന്ന് പറയുന്നത് പോലെ ഒരു പുണ്യവാനാണെങ്കിലും ആ പുണ്യവാനിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ആ വ്യക്തിയെ പുണ്യവാനായിട്ട് അംഗീകരിക്കുന്ന ഭക്തരുടെ ഒരു സമൂഹം ഉണ്ടാകണം. ആ ഭക്തരുടെ സമൂഹം ഉണ്ടായാൽ മാത്രമേ പുണ്യവാനിലൂടെ ദൈവത്തിന് അനുഗ്രഹം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ പുണ്യവാൻ്റെ വിശുദ്ധിയെ അംഗീകരിക്കുന്ന ഒരു ജനം വേണം. അപ്പോൾ അപ്പോഴാണ് ദൈവം അവരിലൂടെ അനുഗ്രഹം ചൊരിയുന്നത്. ഈശോയുടെ കാര്യത്തിൽ തന്നെ നമുക്ക് കാണാം. ജനം എത്രമാത്രം ഈശോയെ അംഗീകരിച്ചോ വിശ്വസിച്ചോ അതിനനുസരിച്ചാണ് അനുഗ്രഹം ഈശോയിൽ നിന്ന് വന്നത്. ഒരാൾ പറഞ്ഞു, നീ എൻ്റെ മേൽ കൈ വെച്ചെന്നാൽ എനിക്ക് സൗഖ്യം കിട്ടും. അപ്പോൾ ഈശോയ്ക്ക് അവൻ്റെ മേൽ കൈ വെക്കേണ്ടി വന്നു. ഇത്തിരി ചെളി വരെ കുഴച്ച് തേക്കേണ്ടി വന്നു. വേറൊരാൾ പറഞ്ഞു, നീ ഇവിടെ നിന്നുകൊണ്ടൊന്ന് കൽപ്പിച്ചാൽ മതി, വീട്ടിൽ കിടക്കുന്നതിൻ്റെ വൃത്തിന് സൗഖ്യം കിട്ടും. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ അത്രയും മതിയായിരുന്നു. വേറൊരു സ്ത്രീ പറഞ്ഞു, വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും. അവൾ തൊട്ടു, അവളുടെ വിശ്വാസം അനുസരിച്ച് സൗഖ്യം കിട്ടി. അപ്പം എന്ന് പറയുന്ന പോലെ ദൈവത്തിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കണമെങ്കിൽ, അനുഗ്രഹം സ്വീകരിക്കണമെങ്കിൽ വിശ്വസിക്കുന്ന വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും. അതുകൊണ്ടൊരു വ്യക്തി വിശുദ്ധനാണ് എന്നുള്ളതിൻ്റെ ഉറപ്പ് ഇത് ആ വിശുദ്ധനെ വിശുദ്ധനായി തിരിച്ചറിയുന്ന സമകാലികർ, അതിനുശേഷം അത് വിശുദ്ധന് വേണ്ടി വിശുദ്ധൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ അനുഗ്രഹം സ്വീകരിക്കുന്നവരൊക്കെയാണ്. അതാണ് ഞാൻ ആ വരികളിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ചരണം ഒന്ന് കേൾക്കാം. അങ്ങന്നു ചാലിച്ച സ്വർഗീയ ചന്ദനം പൈതൃകമായി ഞങ്ങൾ ഏറ്റുവാങ്ങി. അങ്ങന്നു ചാലിച്ച സ്വർഗീയ ചന്ദനം പൈതൃകമായി ഞങ്ങൾ ഏറ്റുവാങ്ങി. അർപ്പണപാതയിൽ സുഗന്ധമായി എന്നും ഈ ചൈതന്യം പകരുവാനും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. എന്നെന്നും പ്രാർത്ഥിക്കണേ. ദൈവരാജ്യത്തിന് ഭാരതഭൂമിയിൽ ചാരുതയേകിയും വിശ്വാസനാളം കാറ്റിൽ കെടാതെ കൈമാറി നൽകിയും അജ്ഞാനപാതയിൽ ദീപ്തിയാകും
വിശുദ്ധ കുര്യാക്കോസേലിയായി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. എന്നെന്നും പ്രാർത്ഥിക്കണേ. അച്ചരണത്തിൽ അങ്ങ് ചാലിച്ച സ്വർഗീയ ചന്ദനം അതെന്താണ്? അതായത് ആധ്യാത്മികതയുടെ പ്രതീകമായിട്ടാണ് ചന്ദനം ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം ഭാരതത്തിൽ ചന്ദനം അരച്ച് ചാലിക്കുകയും നെറ്റി കുറിയിടുകയൊക്കെ ചെയ്യുന്ന ഒരു ആധ്യാത്മികത ഉണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തീയതയുടെ ആ ഒരു പാരമ്പര്യത്തെ, വേറൊരു ഭാഷ പറഞ്ഞാൽ ക്രിസ്തീയതയുടെ ആ ചൈതന്യത്തെ ചന്ദനമായിട്ട് ഞാനങ്ങ് കാണുകയാണ്. അപ്പം ചാവറയച്ചനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നമ്മൾ ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്നവർ ആ സമയത്തെ നാട്ടിലുള്ള ആധ്യാത്മികതയുമായിട്ട് അതിനെ യോജിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ കൾച്ചറൽ അമാൽഗമേഷൻ എന്നൊക്കെ അതിനെ വേണമെങ്കിൽ പറയാം. നമ്മുടെ പല രീതികളും, ഉദാഹരണത്തിന് താലികെട്ട്, അതിവിടെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. അതിനെ നമ്മൾ വിശദീകരിച്ച് നമ്മൾ എടുക്കുക ചെയ്ത് താലിയുടെ നടുക്കൊരു കുരിശും കൂടി വെച്ചു. അപ്പം അങ്ങനെ പലതിനെയും ഈ രണ്ട് ആധ്യാത്മികതയെയും കൂടി ഈ സംസ്കാരത്തിൻ്റെ തലങ്ങളിൽ ബന്ധിപ്പിച്ചു എന്നുള്ളതാണ്. ക്രിസ്തീയ ആധ്യാത്മികത ഈ നാട്ടിൽ നിലനിന്നിരുന്ന ആധ്യാത്മികതയുമായിട്ട് അതിനെ ചാലിച്ചേർത്തു എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നമ്മൾ പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ അടുത്ത രണ്ട് വരികളിൽ പറയുന്നത് ആ ഒരു ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു സുഗന്ധം, സൗരഭ്യം സമർപ്പിതർക്ക് ഉണ്ടാകട്ടെ. സമർപ്പിതരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് CMI സഭക്കാരാണ്. ചാവറയച്ചൻ്റെ അനുയായികളായിട്ട് ചാവറയച്ചൻ സ്ഥാപിച്ച സഭയിൽ സമർപ്പിതരായവർ. ചാവറയച്ചൻ്റെ ആ ചൈതന്യത്തെ അവർ സുഗന്ധം പോലെ ഏറ്റുവാങ്ങി ഈ കാലഘട്ടത്തിലേക്ക് സന്നിവേശിപ്പിക്കട്ടെ, അതിനവർ വീഴ്ച വരാതിരിക്കട്ടെ എന്നാണ് നമ്മളവിടെ പ്രാർത്ഥിക്കുന്നത്. ഈ പാട്ടിന് സംഗീതം പകർന്നിരിക്കുന്നവരാണ് അച്ഛാ? ഉരുളിയാനിക്കലച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ പാട്ടാണ്. അച്ഛനൊരു CMI സഭാംഗമാണ്. അതെ അതെ, അച്ഛൻ്റെ CMI അച്ഛനാണ്. അച്ഛനൊത്തിരി ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നത്. ഇന്ന് നമുക്ക് അച്ഛനിൽ നിന്ന് ലഭിച്ച സന്ദേശം, ക്രിസ്തീയതയുടെ കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും തുല്യരായി കണ്ട് തെളിമയാർന്ന ഒരു ക്രിസ്തു ദർശനം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് ദൈവരാജ്യം എന്തെന്ന് കാണിച്ചു തന്ന വിശുദ്ധ ചാവറയച്ചനെ നമുക്ക് അനുഗമിക്കാം, മധ്യസ്ഥം നമുക്ക് തേടാം. ഈ ഒരു സന്ദേശം ഞങ്ങൾക്ക് നൽകിയ അച്ഛന് നന്ദി. ഗാനങ്ങൾ അവതരിപ്പിച്ച പയസാറിന് നന്ദി. ഗാനവരദാനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ആശയസമൃദ്ധമായ മറ്റൊരു ഗാനവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.